ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ ക്യാരറ്റ് ഹൽവയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കാഷ്നട്ടും മുന്തിരിയും ഗീയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗീയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ള ഈർപ്പമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായി തന്നെ നമ്മുടെ ക്യാരറ്റിലോട്ട് മെൽറ്റായി ചേർന്നിട്ടുണ്ട്. ഞാനിവിടെ ആവശ്യത്തിന് കുറച്ചും കൂടി നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് പാലും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലൊക്കെ നന്നായി വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പാലൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിലോട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗറും പാലും ഒക്കെ നല്ല വറ്റി വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നട്ട്സും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വിചാരിച്ചതിനെ കാട്ടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഏലക്കയും കൂടി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. നല്ല സൂപ്പർ, നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ക്യാരറ്റിൻ്റെ ഹൽവയൊക്കെ ഇവിടെ ഒരു ബൗളിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ചെറിയ പ്ലേറ്റിലോട്ടൊന്ന് തട്ടിയെടുക്കാം. ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ബൗളിൽ കോരി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് ഹൽവ തയ്യാറായിട്ടുണ്ട്. ബാക്കി നമ്മൾ വറുത്തെടുത്ത കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റൊക്കെ കൂടുതൽ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഞാനിവിടെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.